ഗുഡ് മോർണിംഗ് ടു എവറി വൺ. സ്പോക്കൺ ഇംഗ്ലീഷിൽ എവിടെയാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് മസ്റ്റ്? മസ്റ്റിൻ്റെ നെഗറ്റീവാണ് മസ്റ്റ് നോട്ട്. ഈ രണ്ടിൻ്റെയും കൂടെ എപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്താണ്? വെർബ് ഫസ്റ്റ് ഫോം ആണ്. ഈ രണ്ടിൻ്റെയും കൂടെ എപ്പോഴും വെർബ് ഫസ്റ്റ് ഫോം ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി എന്താണ് ഇതിൻ്റെ മീനിങ് നോക്കാം. മീനിങ് എന്താണ്? മസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മസ്റ്റ് നോട്ട് ഉപയോഗിക്കുന്നത് സ്ട്രോങ് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സ്ട്രോങ് അഡ്വൈസ് എന്ന് വെച്ചാൽ ശക്തമായ ഉപദേശം. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരാൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഷുഡ് അല്ലേ? യു ഷുഡ് ഗോ ദെയർ, നിനക്ക് അവിടെ പോകണം. യു ഷുഡ് കം ഹിയർ, നിനക്ക് ഇവിടെ വരണം. യു ഷുഡ് വാച്ച് ദിസ് വീഡിയോ വെരി കെയർഫുള്ളി, നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യണം. ഇതുപോലെ സാധാരണയുള്ള അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഷുഡ് അല്ലേ? ഷുഡ്. 2 തവണ നമ്മൾ ഉപദേശം കൊടുത്തു. 2 തവണ നമ്മൾ ഉപദേശം കൊടുത്തു. നിനക്ക് അവിടെ പോകണം, നിനക്ക് അവിടെ പോകണം. യു ഷുഡ് ഗോ ദെയർ, യു ഷുഡ് ഗോ ദെയർ. 2 തവണയും കഴിഞ്ഞു, അവൻ പോകുന്നില്ല. ഇനി 3-ാം തവണ നമ്മൾ നോർമലായിട്ട് ഉപദേശം കൊടുക്കും. ഇല്ലല്ലോ, അല്ല സ്ട്രോങ് അല്ലേ? ദേഷ്യം വരില്ലേ? യു മസ്റ്റ് ഗോ ദെയർ, നിനക്ക് അവിടെ പോയേ പറ്റൂ, നിനക്ക് അവിടെ പോകണം, പോയിരിക്കണം. സ്ട്രോങ് അഡ്വൈസ്. എന്താണ് സ്ട്രോങ് അഡ്വൈസ്? ഇതുപോലെ ഉറച്ച അല്ലെങ്കിൽ ശക്തമായ ഉപദേശം, സ്ട്രോങ് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസ്റ്റ് നോർമലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, മസ്റ്റ്. യു മസ്റ്റ് കം ഹിയർ. മസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജാണ്. മസ്റ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഓക്കെ, മസ്റ്റ്. അപ്പോൾ നോർമലായിട്ട് ഒരാൾക്ക് നമ്മൾ ഉപദേശം കൊടുക്കുമ്പോൾ ഷുഡ്, യു ഷുഡ് കം ഹിയർ. 2 തവണ പറഞ്ഞു, അവൻ വരുന്നില്ല. യു മസ്റ്റ് കം ഹിയർ, യു മസ്റ്റ് കം ഹിയർ, നീ ഇവിടെ വന്നിരിക്കണം, ഇനി ഇവിടെ വന്നിരിക്കണം, നീ ഉറപ്പായും വന്നിരിക്കണം. ഓക്കെ, ക്ലിയർ? ഇനി ഇതിൻ്റെ മസ്റ്റ് നോട്ട് എന്താണ്? അതിൻ്റെ നെഗറ്റീവാണ്. 2ാമത്തെ പ്രയോഗമാണ് സ്ട്രോങ് പോസിബിലിറ്റി. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. ഓക്കെ, ആദ്യം നമുക്ക് ഇത് നോക്കാം. സ്ട്രോങ് അഡ്വൈസ്. സ്ട്രോങ് അഡ്വൈസ് ആദ്യം നോക്കാം, അത് കഴിഞ്ഞിട്ട് സ്ട്രോങ് പോസിബിലിറ്റി. സ്ട്രോങ് പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഉറപ്പുള്ള കാര്യങ്ങൾ, 100% ഉറപ്പുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ മസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഇത് നോക്കാം. എന്താണ് സ്ട്രോങ് അഡ്വൈസ്? അത് കഴിഞ്ഞിട്ട് സ്ട്രോങ് പോസിബിലിറ്റി, ഉറച്ച സാധ്യത. അപ്പോൾ ഒന്നാമത് പറയാണ്, നീ പെട്ടെന്ന് നിർബന്ധമായിട്ടും അവിടെ പോകണം. അവിടെ ഇപ്പോൾ നമ്മൾ നോർമൽ പറയുകയാണല്ലോ, നോർമലായിട്ട് നമ്മൾ ഉപദേശിക്കുകയാണെങ്കിൽ യു ഷുഡ് ഗോ ദെയർ അല്ലേ? യു ഷുഡ് ഗോ ദെയർ. പക്ഷെ ഇവിടെ ഷുഡല്ല, ഇവിടെ നിർബന്ധമായിട്ടും. ഈ നിർബന്ധമായിട്ട് എന്ന ഈ വേർഡ് ഉണ്ടല്ലോ, അതിന് ഇവിടെ വന്നു മസ്റ്റ് ഉപയോഗിക്കണം. നീ നിർബന്ധമായിട്ടും പെട്ടെന്ന് അവിടെ പോകണം. അപ്പം പറയാം യു, ആദ്യം യു, നീ അല്ലേ? യു, അത് കഴിഞ്ഞിട്ട് മസ്റ്റ്. യു മസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് വെർബ് ഫസ്റ്റ് ഫോം, പോവുക, ഗോ. യു മസ്റ്റ് ഗോ, നീ നിർബന്ധമായിട്ടും പോകണം. എവിടെ? അവിടെ. ദെയർ, യു മസ്റ്റ് ഗോ ദെയർ, നീ നിർബന്ധമായിട്ടും അവിടെ പോകണം. എപ്പോൾ? പെട്ടെന്ന് എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് നമ്മളൊരു ഫ്രേസ് പഠിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താണ്? പെട്ടെന്ന്, ആസ് സൂൺ ആസ് പോസിബിൾ അല്ലേ? ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക, അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വന്നാൽ മതി. ക്ലിയർ? അപ്പോൾ പെട്ടെന്ന് പറയാം ആസ് സൂൺ ആസ് പോസിബിൾ, അല്ലെങ്കിൽ സൂൺ എന്ന് പറയാം, ഇതും പറയാം ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ എന്തായി? കണ്ടോ? എന്തായി? യു മസ്റ്റ് ഗോ ദെയർ ആസ് സൂൺ ആസ് പോസിബിൾ. ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ ഉപദേശം കൊടുക്കുമ്പോഴോ യു ഷുഡ് ഗോ ദെയർ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ മതി. അതെല്ലാം സ്ട്രോങ് ആയിട്ട് കൊടുക്കണമെങ്കിലോ യു മസ്റ്റ് ഗോ ദെയർ ആസ് സൂൺ ആസ് പോസിബിൾ. പെട്ടെന്ന് അവിടെ പോകണം, കാരണം നിങ്ങളുടെ ഫാദർ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പോകണം. ഇനി അടുത്താണ്, നീ വീണ്ടും ഇവിടെ വരരുത്. ഒരുപാട് തവണ പറഞ്ഞു, 3-ാം തവണ പറഞ്ഞു ഇവിടെ വരരുത്. യു ഷുഡ് നോട്ട് കം ഹിയർ. അവൻ പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേഷ്യം വന്നു പറയണം യു മസ്റ്റ് നോട്ട്, നീ ഇവിടെ വരരുത്. ഞാൻ പറയാം അല്ലേ? നീ അല്ലേ? ഉണ്ടോ? നീ. യു വന്നു ആദ്യം, അത് കഴിഞ്ഞിട്ട് മസ്റ്റ് നോട്ടാണ്, നെഗറ്റീവാണ് അല്ലേ? വരരുത് എന്നല്ലേ? യു മസ്റ്റ് നോട്ട്. യു മസ്റ്റ് എന്ന് പറയാം ഷോർട്ട് ഫോം. യു മസ്റ്റ് നോട്ട് കം ഹിയർ, ഇവിടെ വരരുത്. ഓക്കെ, യു മസ്റ്റ് നോട്ട് കം ഹിയർ. വീണ്ടും ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മളടുത്തൊരു ഫ്രേസ് ഉണ്ടല്ലോ അല്ലേ? ഫ്രേസ് ഇല്ലേ? എന്താണ്? ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഇതൊക്കെ ലാസ്റ്റാണ് എഴുതേണ്ടത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ലാസ്റ്റ് എന്ന കാരണം ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ ലാസ്റ്റ് ചെയ്തല്ലോ. എന്താ കാരണം?
കാരണം ഇതൊക്കെ ആഡ്വർബാണ്. എന്താണ് ആഡ്വർബ്? ആഡ്വർബ് എപ്പോഴും സെൻറ്റൻസിൻ്റെ ലാസ്റ്റാണ് എഴുതാറ്. യു മസ്റ്റ് നോട്ട് കം ഹിയർ ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അപ്പോൾ ഈ ഒരു ഫ്രേസ് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം സെൻറ്റൻസിൻ്റെ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള ഫ്രേസുകളാണ് ഉപയോഗിക്കുക. ഓക്കെ, വലിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് എന്ത്? ഫ്രേസുകൾ. അപ്പോൾ ഫ്രേസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ക്ലിയർ? അപ്പോൾ ഒന്ന് പറയാം, യു മസ്റ്റ് നോട്ട് കം ഹിയർ ഓവർ ആൻഡ് ഓവർ അഗെയിൻ. യു മസ്റ്റ് നോട്ട് കം ഹിയർ ഓവർ ആൻഡ് ഓവർ അഗെയിൻ. സാധാരണയായിട്ട് നമ്മൾ ഉപദേശം കൊടുക്കുകയാണെങ്കിലോ, യു ഷുഡ് നോട്ട് കം ഹിയർ. യു ഷുഡ് നോട്ട് കം ഹിയർ ഓവർ ആൻഡ് ഓവർ അഗെയിൻ. നമ്മൾ 4 തവണ പറഞ്ഞു, അത് പിന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കണം. യു മസ്റ്റ് നോട്ട് കം ഹിയർ ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഇല്ല. ഇനി അടുത്താണ്, തൽക്കാലം അവൾ ഈ കാർ ഉപയോഗിക്കണം. തൽക്കാലം അവൾക്ക് ഈ കാർ ഉപയോഗിച്ചേ പറ്റൂ. ഉപയോഗിക്കണം, ഉപയോഗിച്ചിരിക്കണം. എങ്ങനെ പറയാം? ക്ലിയർ? എന്ന് പറയാണ് തൽക്കാലം. ഇതിന് വേണ്ടിയിട്ടൊരു ഫ്രേസ് ഉണ്ടല്ലോ, ഏതാണ്? ഫോർ ദ ടൈം ബീങ്. ഫോർ ദ ടൈം ബീങ്. അത് ലാസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ആദ്യം അവൾ, അല്ലേ? സബ്ജക്റ്റ് അവൾ. ഷീ ഉപയോഗിക്കണം, മസ്റ്റ്. ഷീ മസ്റ്റ്. ഷീ മസ്റ്റ് യൂസ്. യൂസ്. ഓക്കെ, ഷീ മസ്റ്റ് യൂസ് ഈ കാർ. ദിസ് കാർ. എന്താണ്? ദിസ് കാർ. അപ്പോൾ എന്തായി? ഷീ മസ്റ്റ് യൂസ് ദിസ് കാർ. അവൾക്ക് ഈ ഒരു കാർ യൂസ് ചെയ്യണം, ചെയ്തിരിക്കണം. ഇങ്ങനെ ഇവിടെ തത്കാലം, അല്ലേ? തത്കാലം പറയാ ഫോർ ദ ടൈം ബീങ്. അപ്പോൾ ഫോർ ദ ടൈം ബീങ് എന്ന് പറയുന്നത് ഒരു ഫ്രേസാണ്. ഫോർ ദ ഇത് അതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത് ജസ്റ്റ് പഠിച്ചു വെക്കുക, അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്തായി? ഷീ മസ്റ്റ് യൂസ് ദിസ് കാർ ഫോർ ദ ടൈം ബീങ്. തൽക്കാലം അവൾ ഈ കാർ ഉപയോഗിക്കട്ടെ. തൽക്കാലം അവൾ ഉപയോഗിച്ചാൽ മതി പറയാം. ഓക്കെ, ഇനി അടുത്താണ്, അവൻക്ക് പകൽ സമയത്ത് ഉറങ്ങാൻ പാടില്ല. എന്നും അവൻ പകൽ സമയത്ത് ഉറങ്ങും. അവൻക്ക് പകൽ സമയത്ത് ഉറങ്ങാൻ പാടില്ല. 4-5 തവണ അവൻ പറഞ്ഞു, അവൻ കേൾക്കുന്നില്ല. ഇനി മസ്റ്റ് ഉപയോഗിക്കണം. അവൻക്ക്, ഹീ പാടില്ല നെഗറ്റീവാണ്. ഹി മസ്റ്റ് നോട്ട്. ഹി മസ്റ്റ് നോട്ട് ഉറങ്ങുക. വെർ ഫസ്റ്റ് ഫോം സ്ലീപ്പ്. ഹി മസ്റ്റ് നോട്ട് സ്ലീപ്പ്. ഓക്കെ, ഹി മസ്റ്റ് നോട്ട് സ്ലീപ്പ് പകൽ സമയത്ത്. അപ്പോൾ പകൽ സമയത്ത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രേസ് പഠിച്ചിരുന്നു. എന്താണ് പകൽ സമയത്ത്? ഇൻ ദ ഡേ ടൈം. ഇൻ ദ ഡേ ടൈം. അത് ഇതുപോലെ ജസ്റ്റ് ഇവിടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇൻ ദ ഡേ ടൈം. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഇതിനാണ് ഫ്രേസ് എന്ന് പറയുക. ഫ്രേസ്. ഓക്കെ, ആഡ്വർബ് ഓഫ് ഫ്രേസ്. ക്ലിയർ? ഇൻ ദ ഡേ ടൈം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്? അതിൻ്റെ കാരണം ഇത് ആഡ്വർബാണ്. ആഡ്വർബ് സാധാരണ ലാസ്റ്റാണ് വരാറ് സെൻറ്റൻസിൻ്റെ. ഇനി അടുത്താണ്, നാളെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കണം. 3-4 തവണ നിങ്ങളോട് പറഞ്ഞു, യു ഷുഡ് കം ഹിയർ, യു ഷുഡ് കം ടു മീ, യു ഷുഡ് കം ടു മീ, യു ഷുഡ് കം ടു മീ. നിങ്ങൾ വരുന്നില്ല. ഇനി ലാസ്റ്റ് യു മസ്റ്റ് വന്നിരിക്കണം. നാളെ നിങ്ങൾ, അല്ലേ? നിങ്ങൾ. യു മസ്റ്റ്. യു മസ്റ്റ് വരിക. കം. യു മസ്റ്റ് കം. അടുത്ത് എൻ്റെ അടുത്ത്. എൻ്റെ അടുത്തേക്ക് വരിക. ഇവിടെ അടുത്ത് വെച്ചത് നിയർ അല്ല കേട്ടോ, നേരെ ഡയറക്ഷനാണ്. നേരെ എൻ്റെ അടുത്ത്. ഞാനാണെന്ത്? ഫൈനൽ. ആ ഒരു പോയിന്റ്, ഫൈനൽ പോയിന്റ് ഞാനാണ്. ടു മീ പോലെ. ടു മീ. ടു മീ. ഓക്കെ, ടു ഹിം, ടു ഹെർ, ടു മീ, ടു യു. യു മസ്റ്റ് കം ടു മീ. യു മസ്റ്റ് കം ടു മീ ടുമോറോ. യു മസ്റ്റ് കം ടു മീ ടുമോറോ. നാളെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കണം. നീ എൻ്റെ വന്നിരിക്കണം. യു മസ്റ്റ് കം ടു മീ ടുമോറോ. ഇനി അടുത്താണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്താ പറഞ്ഞാൽ? എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്കിത് നിർബന്ധമായും പെട്ടെന്ന് ചെയ്യണം. നിർബന്ധമായും പെട്ടെന്ന് ചെയ്യണം. ചെയ്യണം. എനിക്കല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക്. അപ്പം ഞാനാണ് ഐ. ഓക്കെ, അത് കഴിഞ്ഞ് മസ്റ്റ് ഉപയോഗിച്ചു. ഐ മസ്റ്റ് നിർബന്ധമായും. ഓക്കെ, അപ്പോൾ ഇവിടെ നിർബന്ധമായും ആ ഒരു വേർഡ് ഇവിടെ വന്നു, മസ്റ്റ് വന്നു. ഐ മസ്റ്റ് ചെയ്യുക. ഐ മസ്റ്റ് ഡു. ഐ മസ്റ്റ് ഡു ഇറ്റ്. ഇറ്റ് അല്ലെങ്കിൽ ദിസ്. ഐ മസ്റ്റ് ഡു ഇറ്റ്. എനിക്കിത് നിർബന്ധമായി ചെയ്യണം. എനിക്കിത് നിർബന്ധമായും ചെയ്യണം. ആർക്ക് വേണ്ടി? ഐ മസ്റ്റ് ഡു ഇറ്റ് ഫോർ മൈ ഫാമിലി. എൻ്റെ ഫാമിലിക്ക് വേണ്ടി. ഫോർ മൈ ഫാമിലി. ഫോർ മൈ ഫാമിലി. പെട്ടെന്ന്. എന്താണ് പെട്ടെന്ന്? ആ പെട്ടെന്ന് എന്താ പറയുക? പെട്ടെന്ന് നമ്മുടെ അടുത്തൊരു ഫ്രേസ് ഉണ്ടല്ലോ, ഏതാണ്? ആസ് സൂൺ ആസ് പോസിബിൾ. ആസ് സൂൺ ആസ് പോസിബിൾ അല്ലെങ്കിൽ സൂൺ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി, സൂൺ.
ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വലിയ ഫ്രേസ് ഉപയോഗിക്കുമ്പോൾ സെൻറ്റൻസ് ഓട്ടോമാറ്റിക്കലി വലുതാവും. ആസ് സൂൺ ആസ് പോസിബിൾ. അതുകൊണ്ടാണ് ഇതുപോലുള്ള ഫ്രേസുകൾ പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായി? ഐ മസ്റ്റ് ഡു ഇറ്റ് ഫോർ മൈ ഫാമിലി ആസ് സൂൺ ആസ് പോസിബിൾ. ഇനി അടുത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മസ്റ്റിൻ്റെ രണ്ടാമത്തെ ഉപയോഗമാണ് സ്ട്രോങ് പോസിബിലിറ്റി. എന്ന് വെച്ചാൽ 100% ഉറപ്പുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പറയുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് ഇവിടെ. ഓക്കെ, ഇവിടെ നോക്കാം. ഇതെങ്ങനെ പറയാം? ഇത് നമ്മൾ പറയാം എങ്ങനെ? മസ്റ്റിൻ്റെ കൂടെ ബി ഉപയോഗിക്കാം. മസ്റ്റിൻ്റെ കൂടെ ബി ഉപയോഗിക്കണം. ഓക്കെ, ഇതിൻ്റെ നെഗറ്റീവാണ് മസ്റ്റ് നോട്ട് ബി. മസ്റ്റ് നോട്ട് ബി എന്തിന്? സ്ട്രോങ് പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഉറച്ച സാധ്യതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, 100% ഉറപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റിൻ്റെ കൂടെ എന്ത് ഉപയോഗിക്കും? ബി ആണ് ഉപയോഗിക്കുക. നോക്കാം, ഉദാഹരണം നോക്കാം. ഓക്കെ, ഉദാഹരണം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. ഞാൻ പറയാണ്, ഇപ്പോൾ അവൻ പാർക്കിൽ ഉണ്ടായിരിക്കും. ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളും നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, 2 പേരും പാർക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ആ പാർക്കിൽ നിങ്ങൾ 2 പേരല്ലാതെ വേറെ ആരുമില്ല. നിങ്ങൾ സംസാരിച്ചു. തിരിച്ചു വരുന്ന വഴിയിൽ നിങ്ങളുടെ പേഴ്സ് മിസ്സായിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സ് മിസ്സായിട്ടുണ്ട്, കളവ് പോയി. അപ്പോൾ നിങ്ങൾ പറയുകയാണ് എന്ത്? എനിക്കുറപ്പാണ് എൻ്റെ പേഴ്സ് അടിച്ച് മാറ്റിയത് അവൻ തന്നെയാണ്. കാരണം ഞങ്ങൾ 2 പേരും അല്ലാതെ വേറൊരാളും അവിടെ ഇല്ലായിരുന്നു. അവൻ തന്നെയാണ് കള്ളൻ അവൻ തന്നെയാണ്. അപ്പോൾ 100% ഉറപ്പാണല്ലോ അല്ലേ? 100% ഉറപ്പാണ്. ഹി മസ്റ്റ് ബി ദ തീഫ്. ഹി മസ്റ്റ് ബി ചേർക്കണം. ഓക്കെ, ബി. ഹി മസ്റ്റ് ബി ദ തീഫ്. അവൻ തന്നെയാണ് കള്ളൻ അവൻ തന്നെ ആയിരിക്കും. അപ്പോൾ ആകുക, ആയിരിക്കും എന്നുള്ളത് എന്താ പറയുക? ബി അല്ലേ? എന്താണ്? ബി ആണ്. ആകുക, ബി ആകുക. ഓക്കെ, ഇനി ഒന്നും പറയാം എങ്ങനെയാണ്? ഇപ്പോൾ അടുത്ത എക്സാം പറയാണ്, ഇപ്പോൾ അവൻ പാർക്കിൽ ഉണ്ടായിരിക്കും. അവനെവിടെ? അല്ല, ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ല, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവനെവിടെ? അപ്പോൾ നിങ്ങൾ പറയണേ ഈ സമയത്ത് അവൻ എന്തായാലും പാർക്കിലുണ്ടാവും. കാരണം സാധാരണ ഈ സമയത്ത് അവൻ പാർക്കിൽ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് അവൻ എന്തായാലും പാർക്കിലുണ്ടാകും. ഇതുപോലെ 100% ഉറപ്പുള്ള കാര്യങ്ങൾ മസ്റ്റ് ബി ഉപയോഗിക്കണം. ഇങ്ങനെ അവൻ അല്ലേ? ഹി മസ്റ്റ് ബി. ഹി മസ്റ്റ് ബി. ഹി മസ്റ്റ് ബി എവിടെയാണ്? പാർക്കിൽ. ഇൻ ദ പാർക്ക്. ഇൻ ദ പാർക്ക് എന്ന് പറഞ്ഞാൽ പാർക്കിൽ. ഇൻ ദ പാർക്ക്. അപ്പോൾ എന്തായി? ഹി മസ്റ്റ് ബി ഇൻ ദ പാർക്ക്. ഹി മസ്റ്റ് ബി. അവൻ എന്തായാലും പാർക്കിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാകും. ഇപ്പോൾ എന്ന് പറയാം. ഇപ്പോൾ എന്ന് പറയാം നൗ എന്ന് പറയാം, അല്ലെങ്കിൽ റൈറ്റ് നൗ എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ് ദ മൊമെന്റ്. എങ്ങനെ പറയാം? നൗ, റൈറ്റ് നൗ, അറ്റ് ദ മൊമെന്റ് എന്ന് പറയാം. ഓക്കെ, ഹി മസ്റ്റ് ബി ഇൻ ദ പാർക്ക് നൗ. ഹി മസ്റ്റ് ബി ഇൻ ദ പാർക്ക് നൗ. അവൻ ഉറപ്പായാലും ഇപ്പോൾ പാർക്കിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാകും എന്നർത്ഥം. ഓക്കെ, 100% ഉറപ്പുള്ള കാര്യം. ഇനി വെറുതെ പറയാണ്, അവൻ ഒരു കള്ളനായിരിക്കണം. അവൻ എൻ്റെ പേഴ്സ് അടിച്ചു മാറ്റി. അവൻ എൻ്റെ പേഴ്സ് അടിച്ചു മാറ്റി. ഇതിനർത്ഥം അവൻ എന്തായാലും ഒരു കള്ളനായിരിക്കണം. അവനൊരു കള്ളനായിരിക്കണം. ഹി മസ്റ്റ് ബി. ബി ചേർക്കണം. ഹി മസ്റ്റ് ബി. ഹി മസ്റ്റ് ബി എ തീഫ്. ഹി മസ്റ്റ് ബി എ തീഫ്. അവൻ എന്തായാലും ഒരു കള്ളനായിരിക്കണം. അതുകൊണ്ടാണ് അവൻ എൻ്റെ പേഴ്സ് അടിച്ചു മാറ്റിയത്. ഓക്കെ, ഇനി അടുത്താണ്, ഇന്ന് രാത്രി അവൻ അവൻ്റെ വീട്ടിലുണ്ടായിരിക്കും. ഉറപ്പായാലും ഉണ്ടാവും. കാരണം ഇന്ന് രാത്രി ഒരു പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് അവൻ അവിടെ കാണും. ഓക്കെ, ഇന്ന് രാത്രി അവൻ അവൻ്റെ വീട്ടിൽ ഉറപ്പായാലും ഉണ്ടായിരിക്കും. എന്താ പറയാ? ഹി, അവൻ, മസ്റ്റ് ബി. ബി ചേർക്കണം. ഹി മസ്റ്റ് ബി. ഹി മസ്റ്റ് ബി അറ്റ് ഹോം. എവിടെയാണ്? വീട്ടിൽ. അറ്റ് ഹോം എന്ന് പറയാം. ഓക്കെ, വീട്ടിൽ എന്ന് പറയുമ്പോൾ അറ്റ് ഹോം. ഹി മസ്റ്റ് ബി അറ്റ് ഹോം. ഇന്ന് രാത്രി. ടുനൈറ്റ് ആണ്. ടുനൈറ്റ്. ടുനൈറ്റ് പറഞ്ഞാൽ ഇന്ന് രാത്രി. എന്തായി? ഹി മസ്റ്റ് ബി അറ്റ് ഹോം ടുനൈറ്റ്. ഹി മസ്റ്റ് ബി അറ്റ് ഹോം ടുനൈറ്റ് എന്ന് വെച്ചാൽ അവൻ നിർബന്ധം 100% ഉറപ്പാണ് അവൻ ഇന്ന് വീട്ടിലുണ്ടായിരിക്കും. ഇന്ന് രാത്രി വീട്ടിലുണ്ടായിരിക്കും. ഇനി അടുത്താണ്, അവൾ ഒരു നേഴ്സ് ആയിരിക്കും. ഉറപ്പാണ് അവളൊരു നേഴ്സ് ആയിരിക്കും. കാരണം ഒരു നേഴ്സിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവളിലുണ്ട്. ഓക്കെ, അവൾ വെള്ള സാരി അല്ലെങ്കിൽ വെള്ള ധരിച്ചിരിക്കുന്നു. അവളുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നേഴ്സിനെ അവൾ കാണുമ്പോൾ ഒരു നേഴ്സിൻ്റെ കംപ്ലീറ്റ് ലുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പറയാണ്, അവൾ എന്തായാലും ഒരു നേഴ്സായിരിക്കും. അവൾ എന്തായാലും ഒരു നേഴ്സായിരിക്കും അവൾ. നമ്മൾ ചിന്തിക്കുകയാണ്. ഓക്കെ, സാധ്യത 100% സാധ്യതയാണ്. അങ്ങനെ പറയാം, ഷീ മസ്റ്റ് ബി. ഷീ മസ്റ്റ് ബി എ നേഴ്സ്. ഷീ മസ്റ്റ് ബി എ നേഴ്സ്. ഓക്കെ, ഷീ മസ്റ്റ് ബി എ നേഴ്സ്. ഇനി അടുത്ത് പറയാം, ഈ സമയത്ത് അവൻ വീട്ടിൽ പോകുന്ന വഴിയിലായിരിക്കും.
ഈ സമയത്ത് അവൻ വീട്ടിൽ പോകുന്ന വഴിയിലായിരിക്കും. ഈ സമയത്ത് അവൻ വീട്ടിൽ പോകുന്ന വഴിയിലായിരിക്കും. ഉറപ്പായാലും ആ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. വീട്ടിലെത്തിയിട്ടില്ല, അവൻ വഴിയിലായിരിക്കും എന്ന് പറയാം. അവൻ അല്ലേ, ഹീ ചേർത്തതിനു ശേഷം മസ്റ്റ് ബി എഴുതാൻ മറക്കരുത്. ഹീ മസ്റ്റ് ബി എന്ന് എഴുതാം. ഓക്കെ, ഹീ മസ്റ്റ് ബി എവിടെയാണ്? വീട്ടിൽ പോകുന്ന വഴിയിൽ. എന്ന് പറയാം, വീട്ടിൽ പോകുന്ന വഴിയിൽ, ഓൺ ദ വേ അല്ലേ. എന്താണ്? ഹീ മസ്റ്റ് ബി ഓൺ ഹിസ് വേ ബാക്ക് ഹോം. ഇതെന്താണ്? ഇത് നമ്മുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഫ്രേസ് ആണ്. ഇത് അതുപോലെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇതുപോലെ പഠിച്ചു വെക്കുക. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന വഴിയിലാണെന്ന് പറയാം. ഓൺ മൈ വേ ബാക്ക് ഹോം, ഓൺ മൈ വേ ബാക്ക് ഹോം, ഓൺ ഹെർ വേ ബാക്ക് ഹോം, ഓൺ യുവർ വേ ബാക്ക് ഹോം. അതുപോലെ ഓൺ ഹിസ് വേ ബാക്ക് ഹോം. അപ്പം എന്തായി? ഹി മസ്റ്റ് ബി ഓൺ ഹിസ് വേ ബാക്ക് ഹോം. അവൻ എന്തായാലും ഈ സമയത്ത് വീട്ടിൽ പോകുന്ന വഴിയിലായിരിക്കും. അപ്പോൾ ഈ സമയത്ത് പറയാം ദിസ് ടൈം. അതിവിടെ ലാസ്റ്റ് ചേർത്താൽ മതി, ദിസ് ടൈം. ഈ സമയത്ത്, ദിസ് ടൈം. അപ്പം എന്തായി? വലിയൊരു സെൻറ്റൻസ് ആയല്ലോ അല്ലേ, വലിയൊരു സെൻറ്റൻസ് ആയി. ഹി മസ്റ്റ് ബി ഓൺ ഹിസ് വേ ബാക്ക് ഹോം ദിസ് ടൈം. ക്ലിയർ? ഇനി അടുത്തത് 2 ഉണ്ട്. ഇത് ഹോംവർക്കാണ്. ദീസ് 2 questions ഫോർ യു. നിനക്ക് പെട്ടെന്ന് അവൻ്റെ അടുത്ത് പോകണം. ഇതെന്താണ്? ഇത് അഡ്വൈസ് ആണ് അല്ലേ. അതാണ് അഡ്വൈസ് ആണ്, സ്ട്രോങ് അഡ്വൈസ്. നിനക്ക് പെട്ടെന്ന് അവൻ്റെ അടുത്ത് പോകണം. നമ്മൾ ആയത്ത് മസ്റ്റ് പ്ലസ് ഒരു ഫസ്റ്റ് ഫോം, മസ്റ്റ് പ്ലസ് ഒരു ഫസ്റ്റ് ഫോം. രണ്ടാമതാണ് നാളെ പകൽ മുഴുവൻ അവൻ അവിടെ ഉണ്ടാകും. ഇതാണ് ഇത് സ്ട്രോങ് പോസിബിലിറ്റി. എന്തായാലും നാളെ പകൽ മുഴുവൻ അവിടെ ഉണ്ടാകും. അപ്പോൾ ഒന്നാമതെന്താണ്? നമ്മുടെ സ്ട്രോങ് അഡ്വൈസ്. രണ്ടാമതാണ് എന്ത്? സ്ട്രോങ് പോസിബിലിറ്റി. ഈ രണ്ടിൻ്റെയും ആൻസർ ജസ്റ്റ് എഴുതിയിട്ട് കമൻറ്റ് ബോക്സിൽ അയക്കുക, ഞാൻ ചെക്ക് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു എവരിവൺ.